ഞാൻ തന്നെ എല്ലാ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളൂ. ഒരുപാട് നടന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വേണമെങ്കിൽ പറയാം ബാബാ സാഹിബ് അംബേദ്കർ, ഇപ്പൊ പഴശ്ശിരാജ. ഹിസ്റ്റോറിക്കൽ അല്ലാത്ത ഈ പറഞ്ഞ പോലെ മതിലുകളിലെ ബഷീർ, അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. യുഗപുരുഷൻ ശരിക്കും പറഞ്ഞാൽ സംവിധായകൻ എന്നെ ആദ്യം സമീപിച്ചത് യുഗപുരുഷൻ ശ്രീനാരായണഗുരുവിന്റെ വേഷം ചെയ്യാൻ. എന്റെ ശരീരഭാഷ അതിന് യോജിക്കില്ല എന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ആ വേഷത്തിന് പിന്മാറിയത്. അതിന് പകരമായി അദ്ദേഹം എനിക്ക് വളരെ ശക്തമായൊരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ തന്നിരിക്കുന്നത്. KC കുട്ടൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ശിഷ്യരിൽ ഒരാൾ. ശ്രീനാരായണ ഗുരുവിന്റെ കഥ എന്ന് പറയുന്നത്, യുഗപുരുഷന്റെ കഥ എന്ന് പറയുന്നത് ഒരു കേരളത്തിന്റെ ഒരു പുതിയ സംസ്കൃതിയുടെ ചരിത്രമാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരാൾ കേരളത്തിലായിരുന്നില്ല ജനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു പുതിയ സംസ്കാരത്തിന്റെ നായകൻ, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ നായകൻ തന്നെ ആകുമായിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിന്റെ ഫിലോസഫി, അദ്ദേഹത്തിന്റെ തത്വചിന്തകൾ, അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ സമൂഹത്തിനെ പറ്റി അദ്ദേഹത്തിനുള്ള ധാരണകൾ, അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ, അതിന്റെ ഫിലോസഫിയൊക്കെ ഒരുപക്ഷെ പിന്നീട് പലപ്പോഴും കൃത്യമായി വായിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല ആളുകൾ, പിന്നീട് വന്ന പല മഹാന്മാരും അദ്ദേഹത്തിന്റെ കൃതികളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പഠിച്ച് നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരാൻ നിത്യചൈതന്യേരി മുതലായ പ്രഗത്ഭന്മാരായ ആളുകൾ കൂടി നമുക്ക് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നടരാജഗുരു, നിത്യചൈതന്യേരി, ഇവരൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടർന്ന് ആ പാത സ്വീകരിച്ച് പുതിയ ജീവിത മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. നാരായണഗുരു ജീവിച്ചിരുന്ന കാലമെന്ന് പറയുന്നത് ഉച്ചനീചത്വം കേരളത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നൊരു കാലത്താണ്. ജാതിചിന്ത, വർണ്ണവിവേചനം, ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വളരെ നാരായണഗുരു ആയിരിക്കും ഒരുപക്ഷെ ആദ്യത്തെ ഇന്ത്യൻ ഈ ഭാഗങ്ങളിലെ ഏറ്റവും വലിയ റെവല്യൂഷനാണ്. അത് സ്വാഭാവികമായിട്ടും ആ ഫിലോസഫി, ആ തത്വചിന്ത, ആ വീക്ഷണം, ആ നിരീക്ഷണം, ആ ചിന്താധരണി പൂർണ്ണമായിട്ടും കേരളത്തിലെ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മർദ്ദിതരായ അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ, അതായത് താഴേക്കിടയിലുള്ള ഒരു വർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം പ്രവർത്തിച്ചത്. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരായിട്ടൊരു വലിയ നീക്കങ്ങളോ മൂവ്മെന്റുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ എല്ലാ തത്വചിന്തകർക്കും ഉണ്ടായിട്ടുള്ള പോലെ നാരായണ ഗുരുവിന് എതിരായിട്ടൊരു നീക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സിനിമയാകുന്നത് ഒരുപക്ഷെ ഇതിനുമുമ്പ് പലരും ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായ സിനിമയെ, അദ്ദേഹത്തിന്റെ ജീവിത കഥയെ, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ, വീക്ഷണങ്ങളെ, സിദ്ധാന്തങ്ങളെ സമീപിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനൊരു ശ്രമം തന്നെ ശ്ലാഘനീയമാണ്. ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് അതിനകത്തുള്ള കഥാപാത്രം അതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ കഥയിൽ ഒരു ഊർജ്ജസ്വലനായ നായകൻ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കാം, ഒരു നായക സങ്കല്പത്തിലുള്ള കഥാപാത്രം. പക്ഷെ അത് ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല. ജീവിച്ചിരുന്ന ഇതേ സ്വഭാവ രീതിയുള്ള ഒരാൾ തന്നെയാണ് കഥാപാത്രം KC കുട്ടൻ. നമ്മുടെ ചരിത്ര പുരുഷന്മാരെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആത്മീയ നായകന്മാരെ എന്ന് തന്നെ പറയാം, ഒക്കെ സിനിമയിൽ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അവരുടെ ജീവിതം കാണാൻ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ, അത് എല്ലാ തലമുറകൾക്കും തലമുറകൾ മാറുന്തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നുപോവുകയും അതിനെ പുനഃപ്രതിഷ്ഠിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിന്റെ ഈ കാലത്ത് ഒരുപക്ഷെ
നമ്മുടെ തലമുറയ്ക്ക് കാണാൻ പറ്റാതെ പോയ, അറിയാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകളെ പറ്റിയുള്ള സിനിമകൾ വരുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അങ്ങനെ ഒരു സിനിമയായിരിക്കും യുഗപുരുഷൻ. ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ പുനരവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. കാലഘട്ടം പുനരാവിഷ്കരിക്കുന്നതും ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്നല്ല, പണച്ചെലവാണ്. അതുപോലെ വളരെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനുള്ള ഒരുപാട് ചെലവുകളുണ്ട്. അങ്ങനെ ഒരുപക്ഷെ മലയാളം എന്ന് പറഞ്ഞൊരു കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയിൽ അതൊക്കെ വളരെ അധികം സാഹസികമായിട്ടാണ് ഇതിന്റെ നിർമ്മാതാവ് ഇറങ്ങേണ്ടത്. ഈ സിനിമയെ നിർമ്മിച്ച ഒരാൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ അർപ്പണബോധത്തോടുകൂടിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സാമൂഹ്യ ചരിത്രം തന്നെയാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അതിൽ നാരായണ ഗുരുവിന്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു ബാഹ്യ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കഥയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജാതി ചിന്തകൾ വളരെ, അത് മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ വ്യത്യസ്തമാണ്, വളരെ മോഡേണാണ്, വളരെ ആധുനികമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കുന്ന തരത്തിലുള്ള ചിന്തകളും സിദ്ധാന്തങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നടൻ അങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഏത് കാലഘട്ടത്തിൽ അഭിനയിക്കുന്ന നടൻ അഭിനയം മാത്രമേ ഉള്ളൂ. അതിപ്പോ ഏത് കാലഘട്ടത്തിലായാലും ശരി, ഏത് കഥാപാത്രമായാലും ശരി, തന്റെ കഴിവുകൾ അനുസരിച്ചിട്ട് അഭിനയിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവരും പോലെ തന്നെ. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ല, സിനിമയെ സമീപിക്കുന്ന പലതരത്തിലാണ്. ആളുകൾ ആനന്ദത്തിനും വിനോദത്തിനും സമയം കളയാനും ഒക്കെ സിനിമകളാണ്. അങ്ങനെ മാത്രം കാണാവുന്ന ഒരു സിനിമയല്ല. ഈ സിനിമ കണ്ട സമയം നമുക്ക് നഷ്ടപ്പെടില്ല. സാധാരണ സമയം കളയാൻ വേണ്ടിയല്ല ഈ സിനിമ കാണേണ്ടത്. നമുക്ക് കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടി തന്നെ. അല്ല, ഇത് ഞാൻ പറഞ്ഞൊരു സാമൂഹ്യ പരിഷ്കർത്താവിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം, ഈ പരിഷ്കൃത സമൂഹത്തിലെ ഒരു ഭാഗമായിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ ഈ പറയപ്പെടുന്ന സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടായതെന്ന്, അതിന് എത്ര പേര് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നതിന് സിനിമയെ തീർച്ചയായിട്ടും ഉപകരിക്കും.